നമസ്കാരം, ഞാൻ ജേക്കബ് ജോജിൻസ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോസ് കൂട്ടുകാർക്കിടയിൽ ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞു നിർത്തിയത് എ 3 വീൽഡ് റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു യങ് ഓൺട്രപ്രണറായ ഇർഫാൻ അലാമിനെ കുറിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് പറഞ്ഞു നിർത്തി. ഇനി ആ ഒരു ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ എല്ലാം കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതാണ്. ഇനി ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യത്തെ ആക്ടിവിറ്റി തിങ്ക് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞ ഒരു 5 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓരോ ചോദ്യവും വായിച്ചതിന് ശേഷം അതിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വാട്ട് ക്വാളിറ്റീസ് ഡു യു തിങ്ക് ഷുഡ് ആൻ ഓൺട്രപ്രണർ പൊസസ്? ഒരു ഓൺട്രപ്രണർ, അതായത് വ്യവസായം തുടങ്ങുന്നയാൾ അല്ലെങ്കിൽ ഒരു സംരംഭകന് എന്തെല്ലാം ക്വാളിറ്റീസാണ് വേണ്ടത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. എന്തെല്ലാം ക്വാളിറ്റീസാണ് ഒരു സംരംഭകന് വേണ്ടത്? നമുക്ക് 1 by 1 ആയിട്ട് പറയാം. ഒന്ന്, ദ ഫസ്റ്റ് വൺ, ടു ഫോർസീ ഫ്യൂച്ചർ, അതായത് ഭാവിയെ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ടാകണം. രണ്ടാമത്, എ വിഷൻ ഓഫ് ഒപ്റ്റിമിസം, അതായത് ഒരു ശുഭാപ്തി വിശ്വാസം ഉള്ള ഒരാളായിരിക്കണം ഒരു ഓൺട്രപ്രണർ. അടുത്തതായി, an ability to strive hard for achieving goal, അതായത് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള അതിയായ ഒരു ആഗ്രഹം വേണം. അതാണ് മൂന്നാമത്തെ ക്വാളിറ്റി. ഇനി നാലാമത്തത്, ഹിസ് വർക്ക് ഷുഡ് ബി എ റിസൾട്ട് ഓറിയൻറ്റഡ് വൺ, അദ്ദേഹത്തിൻ്റെ ജോലികളെല്ലാം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒരു റിസൾട്ട് ലഭിക്കുന്ന രീതിയിലുള്ളത് ആയിരിക്കണം. അടുത്ത ഫിഫ്ത്ത് വൺ, എന്തൂസിയാസം, അതുപോലെ തന്നെ ചിയർഫുൾ നേച്ചർ, ദെൻ പ്ലീസിങ് ബിഹേവിയർ. ഇതെല്ലാം ഒരു ഓൺട്രപ്രണറിന് ആവശ്യമുള്ള ക്വാളിറ്റീസാണ്. അതുമാത്രമല്ല, വേറെയും ക്വാളിറ്റീസ് ആവശ്യമുണ്ട്. എന്തെല്ലാമാണ്? സോഷ്യലി അക്സെപ്റ്റബിൾ ആറ്റിറ്റ്യൂഡ് ആൻഡ് ദ സ്കിൽ ടു കോർഡിനേറ്റ് അതേഴ്സ് ആർ നെസസറി. ഒരു സോഷ്യലി അക്സെപ്റ്റബിൾ ആറ്റിറ്റ്യൂഡ്, അതായത് സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല, ദ സ്കിൽ ടു കോർഡിനേറ്റ് അതേഴ്സ് ആർ നെസസറി, അതായത് മറ്റുള്ളവരെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു സ്കിൽ കൂടി ഒരു ഓൺട്രപ്രണറിന് ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല, ഹീ ഷുഡ് ഹാവ് എ ബാലൻസ് ഓഫ് മൈൻഡ്. ഒരു ബാലൻസ് ഓഫ് മൈൻഡും വളരെ അത്യാവശ്യമാണ്. അതായത് ബോത്ത് അഡ്വേഴ്സിറ്റീസ് ആൻഡ്, അതായത് മോശം അവസ്ഥയും അതുപോലെ ബോത്ത് അഡ്വേഴ്സിറ്റീസ് ആൻഡ് ഗുഡ് ടൈംസ്, നല്ല സമയവും മോശ സമയവും ഒരേപോലെ നേരിടാനുള്ള ഒരു ബാലൻസ് ഓഫ് മൈൻഡ് ഒരു ഓൺട്രപ്രണറിന് ആവശ്യമുണ്ട്. അപ്പം ഇത്രയും ക്വാളിറ്റീസാണ് ഒരു ഓൺട്രപ്രണറിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വൈ ഡു പീപ്പിൾ ഡിസ്കറേജ് യൂത്ത് ഫ്രം ചൂസിങ് ദ പാത്ത് ഓഫ് ഓൺട്രപ്രണർഷിപ്പ്? എന്തുകൊണ്ടാണ് ആളുകൾ ചെറുപ്പക്കാരെ വ്യവസായം തുടങ്ങുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്? എന്തായിരിക്കാം? നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ദർ ആർ സം reasons. So I will list out some reasons. Listen. The first one is, സാധാരണഗതിയിൽ ഒന്ന്, ദ ഷോർട്ടേജ് ഓഫ് മണി, പണത്തിൻ്റെ ഷോർട്ടേജ് ആയിരിക്കാം. ഒരുപക്ഷെ എല്ലാവരും ഒരേപോലെ പണക്കാരല്ല. പക്ഷേ അതിനിപ്പോൾ ധാരാളം ബാങ്കുകൾ ധാരാളം ലോൺ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ചില പദ്ധതികളുണ്ട്. 10 ലക്ഷം രൂപ വരെ നമുക്ക് ഈടൊന്നും ലഭിക്കാം. ഈടൊന്നും വെക്കാതെ തന്നെ ലോൺ കിട്ടുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ പൈസയുടെ പ്രശ്നം നമുക്ക് ആ രീതിയിൽ പരിഹരിക്കും. ഷോർട്ടേജ് ഓഫ് മണി, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റീസൺ. ദെൻ സെക്കൻഡ് വൺ, സീക്ക് മോർ സെക്യൂരിറ്റി, അതായത് ഒരു വ്യവസായം തുടങ്ങുന്നതിന് സെക്യൂരിറ്റി തീരെ കുറവാണ്. അതായത് വിജയിക്കുകയോ വിജയിക്കില്ലയോ എന്നുള്ള ആ ഒരു പ്രശ്നം. അപ്പോൾ എല്ലാ രക്ഷിതാക്കളും അവരുടെ കുട്ടികളെ സെക്യൂർ ആക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു ബിസിനസ് തുടങ്ങി ടെൻഷൻ അടിച്ച് വിജയിക്കുകയോ പരാജയപ്പെടുകയോ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഒരു രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നില്ല. അതുമാത്രമല്ല, ഒരു entrepreneurship is an activity that is not free from risk. റിസ്കിൽ നിന്ന് ഒരിക്കലും റിസ്ക് ഇല്ലാത്ത ഒരു പ്രവൃത്തിയല്ല ഓൺട്രപ്രണർഷിപ്പ്. അവിടെ എപ്പോഴും ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ റിസ്ക് നേരിടാൻ കുട്ടികളോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ തയ്യാറല്ല. Then when you start a business, the responsibility is higher or greater. സോ അവിടെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. പക്ഷേ ആരുടെയും കീഴിൽ ജോലി ചെയ്യുന്നതിന് ഇത്ര വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. അത് ഒരു കാരണം. പിന്നെ ദർ ഈസ് എ ബിഗ് ചാൻസ് ഓഫ് ഫെയിലിയർ, പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു ബിസിനസ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ കുട്ടികളെ ബിസിനസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. ദെൻ
they have to struggle hard to achieve വിക്ടറി ഇൻ ദർ ബിസിനസ്. ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യണം, എങ്കിൽ മാത്രമേ വിജയിക്കാനായിട്ട് സാധിക്കൂ. പല രക്ഷിതാക്കളും അവരുടെ കുട്ടികൾ കഷ്ടപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ അവരോട് വേണ്ട, ബിസിനസ് ചെയ്യേണ്ട, എവിടെയെങ്കിലും പോയി ജോലി ചെയ്തോ എന്ന് പറയും. Then comfort zone, and hence the traditional system is followed to a large extent. എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുവാണെങ്കിൽ they will be placed in a comfort zone. ഒരു കംഫർട്ട് സോണിൽ അവരെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ കുട്ടികൾ ഒരു കംഫർട്ട് സോണിലായിരിക്കില്ല. അത് ട്രഡീഷണൽ സിസ്റ്റത്തിൽ വിശ്വസിച്ച് വരുന്ന മാതാപിതാക്കൾ കുട്ടികളെ എപ്പോഴും കംഫർട്ട് സോണിലാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു കാരണം പറഞ്ഞും അവരവരുടെ കുട്ടികളെ ബിസിനസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കും. ദെൻ the development of അത് മാത്രമല്ല, ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഇറ്റ് വിൽ ഷുവർലി അഫക്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ നേഷൻ. രാജ്യത്തിൻ്റെ വികസനത്തെ എല്ലാം അത് വളരെ കൃത്യമായിട്ട് അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു കുട്ടിയെ ബിസിനസ് തുടങ്ങാൻ ആയിട്ട് താല്പര്യമുള്ള ഒരു കുട്ടിയെ അതിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഇഫ് ഹീസ് എ ടാലൻറ്റഡ് പേഴ്സൺ, അവനൊരു ടാലൻ്റ് ഉള്ള ആളാണെങ്കിൽ പോലും ഹി വിൽ ബി ഇനാക്റ്റീവ്, ഓർ അവനങ്ങോട്ട് ഇനാക്റ്റീവായിട്ട് നിൽക്കും. ആൻഡ് ഇറ്റ് വിൽ അഫക്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് ആൻഡ് ഓൾസോ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ നേഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് മാതാപിതാക്കൾ കുട്ടികളെ ബിസിനസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള കാരണങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇർഫാൻ അലാം says it is important to take risks to achieve your dreams. Comment on the statement. സോ അദ്ദേഹം പറയുന്നത്, റിസ്ക് എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ബിസിനസ്സിന് ഇറങ്ങാവുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഓക്കെ, ഇനി ജസ്റ്റ് നമുക്ക് ഈ ഒരു സെൻറ്റൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒബ്സ്റ്റക്കിൾസ് ആൻഡ് സ്ട്രഗിൾസ് യൂഷ്വലി മേക്ക് എ പേഴ്സൺ സ്ട്രോങ്. ഒബ്സ്റ്റക്കിൾസ് ആൻഡ് സ്ട്രഗിൾസ്, അതായത് വെല്ലുവിളികളും കഷ്ടപ്പാടുകളുമാണ് ഒരു വ്യക്തിയെ ശക്തനാക്കി മാറ്റുന്നത്. ആസ് ഇറ്റ് ഈസ് സ്റ്റോംസ് മേക്ക് എ ഗുഡ് ക്യാപ്റ്റൻ. ദർ ഈസ് എ സെയിങ്, സ്റ്റോംസ് മേക്ക് എ ഗുഡ് ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ ആരാ? നമുക്ക് ഒരു ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ. ഒരു ഷിപ്പിൻ്റെ ക്യാപ്റ്റനെ ഒരു മികച്ച വ്യക്തിയാക്കുന്നത് എന്താണ്? സ്റ്റോംസ് ആണ്, കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റിനിടയിലൂടെ, മഞ്ഞുപാളികൾക്കിടയിലൂടെ തൻ്റെ കപ്പൽ വിജയകരമായിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു ക്യാപ്റ്റനെയാണ് നമ്മൾ ഗുഡ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ കൊടുങ്കാറ്റുകൾക്കിടയിലും വെല്ലുവിളികൾക്കിടയിലും മുന്നോട്ട് പോകുന്ന ഒരാളെ മാത്രമാണ് നമുക്ക് നല്ലൊരു ഓൺട്രപ്രണറായിട്ട് കരുതാനായിട്ട് പറ്റുള്ളൂ. ട്രബിൾസ് മേക്ക് men mentally alert and attentive. ട്രബിൾസ് ഉണ്ട് എങ്കിൽ ആളുകൾ മെൻ്റലി അലേർട്ട് ആൻഡ് അറ്റൻറ്റീവ്, അവർ വളരെ അലേർട്ടും അറ്റൻറ്റീവുമായിരിക്കും. റിസ്ക് ഡസൻ മീൻ ഫെയിലിയർ. റിസ്ക് ഉണ്ട് എന്ന് കരുതി അവിടെ ഫെയിലിയർ ഉണ്ട് എന്ന് വിശ്വസിക്കരുത്. റിസ്ക് ഉണ്ടെങ്കിൽ ഒരേ സമയം ദർ ഇസ് ഫെയിലിയർ ആൻഡ് ദ ചാൻസ് ടു വിൻ. വിജയിക്കാനും തോൽക്കാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദർ ഇസ് എ 50-50 ചാൻസ്. അപ്പോൾ റിസ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വലിയ തോതിൽ ഒരു വിജയം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ റിസ്കിനെ അതിജീവിച്ച് വിജയത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കണം. Most of the situations that stand in the way of one can be easily overcome. However, there must be a willingness to take risk. പക്ഷേ there must be a willingness to take risk. ഏറ്റെടുക്കാനും വിജയിപ്പിക്കാനുമുള്ള ഒരു willingness നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. Dreams are not mere imaginary events seen in the mind. സാധാരണഗതിയിൽ ഡ്രീംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെ ഇമാജിനറി ഇവൻറ്റ്സ്. നമ്മളിരുന്ന് ഇങ്ങനെ സ്വപ്നം കാണിയാണ്, ഞാൻ നാളെ ആൽപൈൻ മലയ്ക്ക് മുകളിൽ കയറും, അല്ലെങ്കിൽ ഞാൻ നാളെ ഹിമാലയൻ മുകളിൽ കയറും, അല്ലെങ്കിൽ ഞാൻ നാളെ ബൈക്കിൽ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ബൈക്ക് മേടിച്ചിട്ട് ഓൾ ഇന്ത്യ ടൂർ നടത്തും, അല്ലെങ്കിൽ ഞാനൊരു ഫോർഡ് എൻറ്റോവ മേടിച്ചിട്ട് ഓൾ ഇന്ത്യ ടൂർ എന്ന് കരുതി വെറുതെ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. ദേ ആർ ഇമാജിനറി ഡ്രീംസ്. അങ്ങനെ ഇമാജിനറി ഡ്രീംസ് കാണാനില്ല. നിങ്ങളങ്ങനെ ഓൾ ഇന്ത്യ ടൂർ നടത്താൻ ദർ ആർ ലോട്ട്സ് ഓഫ് വേസ് ടു ഒരു ഓൾ ഇന്ത്യ ടൂർ നടത്താൻ ധാരാളം വഴികളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രെയിനിൽ നടത്താം, ബസ്സിൽ നടത്താം, അല്ലെങ്കിൽ നിങ്ങൾ റോയൽ എൻഫീൽഡ് ബൈക്കിൽ തന്നെ നടത്തണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു ബൈക്കിൽ നടത്താം. ഫോർഡ് എൻഡവറിൽ തന്നെ നിങ്ങൾക്കൊരു ടൂർ നടത്തണമെന്നില്ല, അല്ലെങ്കിൽ മഹേന്ദ്രയുടെ താറ് വാങ്ങിയിട്ട് മാത്രം ഒരു ടൂർ നടത്തണമെന്നില്ല. മറ്റു പല വാഹനങ്ങളിൽ നിങ്ങൾക്ക് ടൂറാണ്. അതിനു മുമ്പ് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പൈസ സ്വരൂപിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. എന്നിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം. ഈ ഡ്രീം, ഒരു ഇമാജിനറി ഡ്രീമും വർക്കൗട്ട് ആവുന്ന ഡ്രീമും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇമാജിനറി ഡ്രീം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ കുത്തിയിട്ട് സ്വപ്നം കണ്ടാൽ മതി. പക്ഷേ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു തിങ്ക് ഹാർഡ് ബിഹൈൻഡ് ദാറ്റ് ഡ്രീം. എങ്കിൽ മാത്രമേ അത് വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. They can be rightly called as a visionary scheme. So
ഈ വർക്കൗട്ട് ആവുന്ന ഡ്രീമിന് പിന്നിൽ ഒരു വിഷണറി സ്കീം നിങ്ങൾ, അതായത് ഒരു മാസ്റ്റർ പ്ലാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ആർ യുവർ ഡ്രീംസ് ഇൻ ലൈഫ്? ഹൗ ഡു യു പെർസ്യൂ യുവർ ഡ്രീംസ്? നിങ്ങളുടെ ഡ്രീംസ് എന്തെല്ലാമാണ്? നിങ്ങളുടെ മനസ്സിലുള്ള ഡ്രീംസ് എന്തെല്ലാം? ആ ഡ്രീംസിനെ നിങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ ഒരു ഉത്തരം, ആൻസർ പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ ഒരു ആൻസർ പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ ബിഗിൻ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഐ വിൽ ഗിവ് യു സം സെൻറ്റൻസസ്. ഓക്കെ, ഇറ്റ് ഈസ് മൈ അംബിഷൻ ടു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് ഈസ് മൈ അംബിഷൻ ടു. സെക്കൻഡ് വൺ, ഐ ഹോപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സെൻറ്റൻസ് ഐ സിൻസിയർലി വിഷ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഐ ആം ഹൈലി ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആൻസർ പ്രിപ്പയർ ചെയ്യാം, തുടങ്ങാം. അല്ലെങ്കിൽ ഇൻ മൈ മൈൻഡ് ഐ ആം റിയലി മോട്ടിവേറ്റഡ് ബൈ ദാറ്റ് പർട്ടിക്കുലർ ഡ്രീം. I know that I have the willingness to take risks and therefore my ambition is എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ my intention is to become എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. I consider this is the best way to achieve my dream എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തുടങ്ങാം. Though I have many dreams right now, my greater ambition is എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തുടങ്ങാം. അല്ലെങ്കിൽ during my race I strengthen my mind with the ambition of becoming a doctor or becoming an engineer, അല്ലെങ്കിൽ becoming a pilot, becoming a captain of a ship എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ becoming a cricketer, becoming a YouTuber. യൂട്യൂബർക്ക് നല്ല ഒരു you can take it as a profession. You will get money when you get monetization in your videos. Okay, അപ്പോൾ ഈ രീതിയിലെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് തുടങ്ങാം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഹാവ് യു ഹേർഡ് ഓഫ് അതർ യങ് ഓണ്ടർപ്രണേഴ്സ്? ഷെയർ ദ സ്റ്റോറീസ് ഇൻ യുവർ ക്ലാസ്. നിങ്ങൾ ഏതെങ്കിലും ഇതല്ലാതെ, ഇർഫാൻ അലം അല്ലാതെ വേറെ ഏതെങ്കിലും യങ് ഓണ്ടർപ്രണേഴ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇഫ് യു ഹേർഡ്, ഷെയർ ദ സ്റ്റോറീസ് ഇൻ യുവർ ക്ലാസ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടുള്ള, നിങ്ങളുടെ വീടിനടുത്തുള്ള, നിങ്ങൾക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു യങ് ഓണ്ടർപ്രണറെ കുറിച്ച് ഒരു റൈറ്റപ്പ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇമെയിലാണ്. ഇമെയിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് ഇൻ ഇലക്ട്രോണിക് മെയിൽ. ഇമെയിലിൻ്റെ ഫുൾ ഫോം ഇലക്ട്രോണിക് മെയിൽ എന്നാണ്. ഇറ്റ് ഈസ് നൗ ദ മെയിൻ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദിസ് ഈസ് ദ മെയിൻ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആസ് ഇമെയിൽസ് ആർ ഫാസ്റ്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ സാധാരണ ഒരു ട്രഡീഷണൽ വേയിൽ ഒരു കത്തയക്കുന്ന പോലെയല്ല ഇമെയിൽ അയച്ചു, നിങ്ങൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ സ്ക്രീനിൽ കാണാം സെൻഡ് എന്ന് കാണാം. അതായത് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ മെയിൽ എത്തിയിരിക്കും. അതായത് വളരെ ഫാസ്റ്റാണ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ. They tend to be less complex than formal letters. അത് മാത്രമല്ല ലെസ് കോംപ്ലെക്സ് ദാൻ ഫോർമൽ ലെറ്റേഴ്സ്. ഫോർമൽ ലെറ്റേഴ്സിനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി ലഘുവാണ്, കുറച്ചുകൂടി സിമ്പിളാണ്. അതായത് ദേ ഷുഡ് നോട്ട് ബി ടു ഇൻഫോർമൽ ഇൻ സ്റ്റൈൽ. അതായത് ഒത്തിരി ഫോർമലും ആവരുത്, ഇൻഫോർമലും ആവരുത്. അതായത് ദേ ഷുഡ് ഫോളോ എ സെമി ഫോർമൽ സ്റ്റൈൽ. It is always advisable to use a semi-formal style of language for emailing. So ഇമെയിലിൽ ഒരു സെമി ഫോർമൽ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ ചോദ്യം വന്നിരിക്കുന്ന ഇതാണ്. The R&D wing of Saman is planning to redesign rickshaws with necessary improvements. Think about some useful modifications that you would like to suggest to Irfan Alam. Negotiate your ideas with your partner and make a final list of modifications. Imagine that you write an email to Irfan Alam giving your suggestions. What would you write? അതായത് നിങ്ങൾ ഇർഫാൻ അലാമിന് ഒരു ഇമെയിൽ അയക്കുന്നു. അതായത് റിക്ഷാസ് റീഡിസൈൻ ചെയ്യുന്നതിനെക്കുറിച്ചും മോഡിഫൈ ചെയ്യുന്നതിനെക്കുറിച്ചും നിങ്ങളുടെ ഇംപ്രഷൻസും നിങ്ങളുടെ ഒപ്പീനിയൻസും അദ്ദേഹത്തെ അറിയിക്കുന്നതിനായിട്ട് നിങ്ങളൊരു ഇമെയിൽ അയക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ദെൻ ഹൗ വിൽ യു റൈറ്റ് യുവർ ഇമെയിൽ? നിങ്ങളുടെ ഇമെയിൽ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും? ഓക്കെ, ഇമെയിൽ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ അതിനു മുമ്പ് ഐ വിൽ ഗിവ് യു സം ഗൈഡ് ലൈൻസ്. ദ ഫസ്റ്റ് വൺ ഈസ്, ഞാൻ ആദ്യമേ കുറിച്ച് ഇമെയിലിനെ കുറിച്ച് പറഞ്ഞു എങ്കിലും ഐ വിൽ ഗിവ് യു സം ഗൈഡ് ലൈൻസ്. ദ ഫസ്റ്റ് വൺ, പ്രിസൈസ് ആൻഡ് ലോജിക്കൽ. ഇമെയിൽ എന്ന് പറഞ്ഞാൽ വലിച്ചു കിട്ടിയ 5-8 പേജ് എഴുതേണ്ട ആവശ്യമില്ല. ഇറ്റ് ഷുഡ് ബി പ്രിസൈസ്. നിങ്ങൾക്കറിയാം ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു ഇമെയിലിൻ്റെ നമുക്ക് ലഭിക്കുന്ന സ്പേസ് എന്തോരം ഉണ്ട് എന്ന്, അതിനുള്ളിൽ കൊള്ളുന്നതായിരിക്കും. അതായത് പ്രിസൈസ് ആൻഡ് ലോജിക്, കൃത്യമായ കാര്യങ്ങൾ മാത്രം പറയാനായിട്ട് ശ്രമിക്കുക. ബ്രീഫ് യെറ്റ് ഇൻക്ലൂഡിങ് ഓൾ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. ബ്രീഫ് ആയിരിക്കണം, പക്ഷേ എല്ലാ ഇൻഫർമേഷനും അതിൽ ഇൻക്ലൂഡ് ചെയ്യണം.
Then use simple language without literary terms of complex nature. അതായത് കോംപ്ലക്സ് നേച്ചറിലുള്ള ലിറ്റററി ടേംസ് എല്ലാം ഒഴിവാക്കുക. യൂസ് സിമ്പിൾ ലാംഗ്വേജ്. ദെൻ ഡ്യൂറേഷൻ ഷുഡ് ബി ഷോർട്ട്. അതായത് വളരെ കുറച്ച് ഉണ്ടാകാവൂ. ദെൻ അൺനെസസറി എക്സ്പ്ലനേഷൻ ഷുഡ് ബി അവോയ്ഡഡ്. ആവശ്യമില്ലാത്ത എക്സ്പ്ലനേഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്യുക. Occupy only less bytes. Then present the matter seriously and at the same time with a friendly tone. അതായത് കാര്യങ്ങളെല്ലാം വളരെ സീരിയസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി ഇൻ എ ഫ്രണ്ട്ലി മാനർ. ദെൻ അതുപോലെ തന്നെ അവോയ്ഡ് ഹരാസിങ് വേർഡ്സ്. ഹരാസ് ചെയ്യുന്ന, മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്ന വാക്കുകൾ ഒഴിവാക്കുക. Then don't show worry or distress in a rough way. Be polite and gentle even when there is a complaint. ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ പോലും the language should be polite and gentle. Don't use rough and harsh words to report your complaint. Use polite and gentle word to report your complaint. Then deliberate choice of words should be avoided. Spontaneous flowing can be useful. അതായത് ഡെലിബറേറ്റ് ആയിട്ട് കുറേ വാക്കുകൾ ഉൾക്കൊള്ളിക്കാതിരിക്കുക. സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് ലാംഗ്വേജ് ഓഫ് വേർഡ്സ് ഈസ് ഇനഫ് ടു റൈറ്റ് ആൻ ഇമെയിൽ. ദെൻ ഇനി ഈ ഗൈഡ് ലൈൻസ് എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം യു ഷുഡ് റൈറ്റ് ആൻ ഇമെയിൽ. സോ ഇനി നമ്മുടെ ചോദ്യം ഇതാണ്, ഇർഫാൻ അലാമിന് നിങ്ങളൊരു ഇമെയിൽ അയക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇമെയിൽ അയക്കുന്നത്? ആദ്യം തന്നെ അവിടെ ഇമെയിലിൻ്റെ മുകളിൽ സ്ക്രീനിൽ നിങ്ങൾ 2 ഉണ്ട്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അഡ്രസ്സ്, അതായത് ആർക്കാണ് നിങ്ങൾ മെയിൽ അയക്കുന്നത് എന്ന് കൊടുക്കുക. അതിനുശേഷം അവിടെ ഇർഫാൻ അലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരു ഇമാജിനറി ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. കാരണം നിങ്ങൾ ഒറിജിനലായിട്ടൊന്നും അയക്കുന്നില്ല, അപ്പോൾ ഒരു ഇമാജിനറി ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ സബ്ജക്റ്റ് കൊടുക്കുക. എന്തിനെക്കുറിച്ചാണ്? നമ്മളിവിടെ റീഡിസൈനിങ് റിക്ഷാസ് നമുക്കിവിടെ ടോപ്പിക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ റീഡിസൈനിങ് റിക്ഷാസ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് സല്യൂട്ടേഷൻ ഡിയർ സാർ, റെസ്പെക്റ്റഡ് സാർ, ആ രീതി വേണം. ഡിയർ സാർ ഓർ മാഡം. ഓക്കെ, ഇനി നമ്മുടെ മാറ്ററിലേക്ക് വരികയാണ്. ഐ ഹാവ് ഹേർഡ് ദാറ്റ്, ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞു, ഐ ഹാവ് ഹേർഡ് അബൌട്ട് യുവർ ഡ്രീം പ്രൊജക്ട് ഓഫ് മോഡിഫൈയിങ് റിക്ഷാസ് മോഡിഫൈ ചെയ്യുന്ന നിങ്ങളുടെ ഡ്രീം പ്രൊജക്റ്റിനെ കുറിച്ച് ഞാൻ കേട്ടു. ലെറ്റ് മീ പ്രസൻറ്റ് സം സജഷൻസ് റിഗാർഡിങ് ദിസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചില സജഷൻസ് പറയാനുണ്ട്. ഇനി 1 by 1 നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാം. ദ ഹൈറ്റ് ഇറ്റ് സെൽഫ്, ചില കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ബോധപൂർവം ഉണ്ടാക്കിയാണ് ഇവിടെ. പറയുകയാണ്, ദ ഹൈറ്റ് ഇഷ്യൂ ഇറ്റ് സെൽഫ് ഈസ് ആൻ ഇഷ്യൂ ആൻഡ് ഓൾ പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ്. അതായത് നിങ്ങളുടെ റിക്ഷയ്ക്ക് വളരെ ഉയരക്കൂടുതലാണ്, അതുകൊണ്ട് അതായത് പ്രായം കൂടിയ ആളുകൾക്ക് റിക്ഷയിൽ കയറുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് യു ഷുഡ് ഡിക്രീസ് ദ ഹൈറ്റ് ഓഫ് യുവർ റിക്ഷ. ദെൻ അതുപോലെ തന്നെ there can be better horns instead of bells. ബെൽസിന് പകരം ഹോൺസ് വയ്ക്കുകയാണെങ്കിൽ that is good. Then it will save the riders from many accidents. Then white color is more acceptable since the roads are black. White color മറ്റ് കളറിനേക്കാളും വൈറ്റ് കളർ കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. Then side rails and such unimportant parts can be made of aluminium and it will surely reduce the weight of the vehicles. So റിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം വെയ്റ്റ്ലെസ് ആയിട്ടുള്ള അലുമിനിയം കൊണ്ട് നിർമ്മിക്കുകയാണെങ്കിൽ it will reduce the weight of the rickshaw. It will help the riders to ride easily. Then again, adequate traffic awareness should be given to rickshaw owners since many of them are illiterate. Wish you all the best. അതിനുശേഷം നിങ്ങൾ താങ്ക് യു പറയുക, അതിനുശേഷം നിങ്ങളുടെ പേര് പറയുക, അതിനുശേഷം താഴെ ഡേറ്റ് കൊടുക്കുക, നിങ്ങളുടെ സ്ഥലം പറയുക, അതിനുശേഷം നിങ്ങളുടെ ഇഫ് യു ഹാവ് ഡിജിറ്റൽ സിഗ്നേച്ചർ ആഡ് ഇറ്റ് ടു ദാറ്റ് പേജ്. ഓക്കെ, ഈ രീതിയിൽ നമുക്കിവിടെ ഒരു ഇമെയിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഐ ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പാരഗ്രാഫ് റൈറ്റിംഗ് ആണ്. പാരഗ്രാഫ് റൈറ്റിങ്ങിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുറച്ച് look at the different careers that people pursue following their skills and aptitude. Irfan was a stock trader, a portfolio manager. So what is the meaning of portfolio manager? ആരാണ് ഈ പോർട്ട്ഫോളിയോ മാനേജർ, അല്ലെങ്കിൽ എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? It is the selection, prioritization and control of an organization's programs and projects.
അതായത് ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രൊജക്ട്സും പ്രോഗ്രാംസും ഉണ്ടാവും. അപ്പോൾ ആ പ്രൊജക്ട്സിനെയും പ്രോഗ്രാമിനെയും കൃത്യമായിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന വ്യക്തിയെയാണ് പോർട്ട്ഫോളിയോ മാനേജർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയെയാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ടാവും, ധാരാളം പ്രൊജക്ട്സും പ്രോഗ്രാംസും ഉണ്ടാവും. അപ്പം അതിൽ ഏതാണ് പ്രധാനപ്പെട്ടതല്ലാത്തത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനെ ചാർട്ട് ഔട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത്തരം ജോലികൾ ചെയ്യുന്ന വ്യക്തിയെയാണ് പോർട്ട്ഫോളിയോ മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് കരിയറും റെസ്പോൺസിബിലിറ്റീസും സ്കിൽസ് റിക്വയർഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നും വായിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, ആദ്യം ലെഫ്റ്റ് സൈഡ് 3 കോളമാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ കോളം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കരിയർ, റെസ്പോൺസിബിലിറ്റി, സ്കിൽസ് റിക്വയർഡ്. ഒരെണ്ണം നമുക്ക് വേണ്ടി ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്താ നോക്കാം. ഫസ്റ്റ് വണ്ണം കരിയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സിസ്റ്റം അനലിസ്റ്റ് ആണ്. അയാൾക്ക് വേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? മോണിറ്റേഴ്സ് കമ്പ്യൂട്ടർ, അതായത് ഹി ഷുഡ് നോ ഹൗ എ കമ്പ്യൂട്ടർ വർക്ക്സ്, എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നതെന്ന് അയാൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഹൗ എ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് വർക്ക്സ്, ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അയാൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അയാൾക്കൊരു വാട്ട് ആർ ദ സ്കിൽസ് റിക്വയർഡ്? ക്രിട്ടിക്കൽ തിങ്കിങ്ങിനുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ട്രബിൾ ഷൂട്ടിംഗ്, പ്രശ്നങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി ഐഡൻറ്റിഫൈ ചെയ്ത് സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് അയാൾക്കുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫിനാൻസ് അഡ്വൈസർ. ഒരു ഫിനാൻസ് അഡ്വൈസറിന് വേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഇമ്പാർട്ടിങ് യൂസ്ഫുൾ പീസസ് ഓഫ് അഡ്വൈസ് റിലേറ്റഡ് ടു മണി മാറ്റേഴ്സ്, പണവുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായ ഉപദേശങ്ങൾ കൊടുക്കാൻ അയാൾക്ക് കഴിയണം. അതുപോലെ തന്നെ അക്യുറസി, ലോജിക്കൽ തിങ്കിങ്, ഹൈ ലെവൽ ഓഫ് ഒബ്സർവേഷൻ. അക്യുറസി ഉണ്ടായിരിക്കണം, ലോജിക്കൽ തിങ്കിങ് ഉണ്ടായിരിക്കണം, ഹൈ ലെവൽ ഓഫ് ഒബ്സർവേഷൻ അയാൾക്ക് ഉണ്ടായിരിക്കണം. ദെൻ തേർഡ് വൺ ഫിറ്റ്നസ് ട്രെയിനർ. അയാൾക്ക് എന്തെല്ലാം വാട്ട് ആർ ഹിസ് റെസ്പോൺസിബിലിറ്റീസ്? ട്രെയിനിങ് പീപ്പിൾ ടു ഫൗണ്ട് സൗണ്ട് ബോഡി ആൻഡ് ത്രൂ ദാറ്റ് എ സൗണ്ട്, അതായത് ആളുകളെ കൃത്യമായിട്ട് അവരുടെ ബോഡി മനസ്സിലാക്കി, അവരുടെ ശരീരത്തിൻ്റെ രീതികൾ മനസ്സിലാക്കി അവരെ ട്രെയിൻ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഏതെല്ലാം ട്രെയിനിങ്സ് ആണ്, ഏതെങ്കിലും വർക്കൗട്ടാണ് അവർക്ക് വേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ അയാൾക്ക് വേണ്ട സ്കിൽസ് എഫേർട്ട്, കണ്ടിന്യൂസ് എന്തൂസിയാസം, ഫിസിക്കൽ ഫിറ്റ്നസ്, ഗുഡ് ട്രെയിനിങ്, എബിലിറ്റി ടു ഡെമോൺസ്ട്രേറ്റ്. ദെൻ ഇൻ്റർപ്രറ്റർ ഓർ ട്രാൻസ്ലേറ്റർ, അതായത് ഒരാൾക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ജോലി ആണ് ഇൻ്റർപ്രറ്റർ ഓർ ട്രാൻസ്ലേറ്റർ. അനലൈസിങ് ദ മാറ്റർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദാറ്റ് ഫ്രം ദ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ, അതായത് കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം അതിൻ്റെ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് പറഞ്ഞു കൊടുക്കുക. ദെൻ അയാൾക്ക് വേണ്ട സ്കിൽസ് ലോജിക്കൽ മൈൻഡ്, റീസണിങ് പവർ, ഹൈ ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ, സീരിയസ് ഫാക്ച്വൽ പ്രസൻറ്റേഷൻ, സിൻസിയറിറ്റി. ദെൻ നെക്സ്റ്റ് വൺ ഡെൻ്റൽ ഹൈജീനിസ്റ്റ്. മേക്കിംഗ് പീപ്പിൾ അവെയർ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഓഫ് ഡെൻ്റൽ ഹൈജീൻ. ഡെൻ്റൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡെൻ്റൽ ഡോക്ടറെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് പല്ലുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ അയാൾക്ക് സാധിക്കണം. ചെക്കിംഗ് ഫോർ ക്യാവിറ്റീസ് ആൻഡ് അതർ ഡിസോർഡേഴ്സ്, അസിസ്റ്റിംഗ് ഡെൻ്റൽ സർജൻസ്. സോ ക്യാവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അയാൾക്ക് സാധിക്കണം. എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്, ഹൈലി എക്സ്പീരിയൻസ്ഡ്, എഡ്യൂക്കേറ്റഡ്, പവർ ഓഫ് കീൻ എക്സാമിനിങ്. സബ്സ്റ്റൻസ് അബ്യൂസ് കൗൺസിലർ. എന്താണ് സബ്സ്റ്റൻസ് അബ്യൂസ് കൗൺസിലർ എന്ന് പറയുന്നത്? അതായത് കുട്ടികളെല്ലാം മയക്കുമരുന്ന് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ കൗൺസിൽ ചെയ്യുന്ന ആളുകളാണ് സബ്സ്റ്റൻസ് അബ്യൂസ് കൗൺസിലർ എന്ന് പറയുന്നത്. ഗൈഡിങ് ദ ഇഗ്നോറൻറ്റ് പീപ്പിൾ ടു റൈറ്റ് പാത്ത്. ആളുകൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരിക. എബിലിറ്റി ടു അപ്രോച്ച് അതേഴ്സ് വിത്ത് പ്ലീസിങ് അപ്പിയറൻസ്, സ്കിൽ ടു മേക്ക് അതേഴ്സ് മേക്ക് ഓഫ് ദ ഡേഞ്ചേഴ്സ്. ദെൻ വെബ് കണ്ടന്റ് റൈറ്റർ. Taking the information precisely and applying that to a digital format suitable to an internet or web page. Then clarity, precise nature, attractive presentation, artistic mind, power to design. Okay. Then special education teacher. Special education teacher എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മെൻ്റലി റിട്ടാർട്ടഡ് ആയിട്ടുള്ള ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെയുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നവരെയാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന് പറയുന്നത്. അവർക്ക് വേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണ്? ഹെൽപ്പിംഗ് the differently abled children to
come to the mainstream of the society, mainstream of the system. അതായത് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സിസ്റ്റത്തിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. Immense patience, affection, knowledge, ability to convey according to the demands of the mentally weak children. Then food photographer. അതായത് ഫോട്ടോഗ്രാഫി പലരും വൈൽഡ് ഫോട്ടോഗ്രാഫർ, വെഡിങ് ഫോട്ടോഗ്രാഫി, ഫുഡ് ഫോട്ടോഗ്രാഫി, അങ്ങനെ പല രീതിയിലുണ്ട് ഫോട്ടോഗ്രാഫി. നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും തന്നെ ഫോട്ടോഗ്രാഫീസ് ചെയ്യുന്ന ആളുകളാണ്. എല്ലാവരുടെയെങ്കിലും മൊബൈൽ ഫോണും ചില ആളുകളുടെ ക്യാമറാസ് വരെയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫോട്ടോഗ്രാഫി, അപ്പോൾ നിങ്ങൾക്കറിയാം ഫോട്ടോഗ്രാഫി എങ്ങനെയാണ് ചെയ്യണം, അതിൻ്റെ വ്യത്യസ്ത രീതികൾ എന്തെല്ലാമാണ് എന്ന്. ഇൻട്രൊഡ്യൂസിങ് ന്യൂ ഫുഡ് ഐറ്റംസ് ത്രൂ പിക്ചേഴ്സ്, ഹെൽപ്പിംഗ് ദ ഫുഡ് സേഫ്റ്റി അതോറിറ്റി. ആർട്ടിസ്റ്റിക് മൈൻഡ്, ക്ലാരിറ്റി, അവയർനെസ് on ingredients, understanding the situations. Then fashion designer, introducing new fashion designs to the world. Imagination, enthusiasm, artistic mind, love for change, high spirit, ability to foresee the needs of people. Okay, അപ്പോൾ ഇപ്പം എല്ലാത്തിനെ കുറിച്ചും ഒരു ഹിന്റ് ഞാൻ തന്നിട്ടുണ്ട്, ഏകദേശം ഒരു കുറച്ച് ഹിൻസ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പം യു ക്യാൻ ഡെവലപ്പ് എ പാരഗ്രാഫ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് ഹിൻസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു ഡെവലപ്പ് എ പാരഗ്രാഫ് വിത്ത് ദ ഹിൻസ് ഐ ഹാവ് ഗിവൻ ഹിയർ. ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നൗ think about the skills you have. What roles and responsibilities could you assume based on your potentials and aptitude? Discuss with your friend and write a paragraph about the jobs suitable for you. Also write why you think they are suitable for you. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ വാട്ട് ജോബ്സ് ആർ സ്യൂട്ടബിൾ. ഇപ്പോൾ ഇവിടെ ഒരു വലിയ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ വാട്ട് ആർ ദ ജോബ്സ് സ്യൂട്ടബിൾ ഫോർ യു, ഇതിൽ ഏതെല്ലാം ജോലിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വാട്ട് ആർ ദ റീസൺസ് ബിഹൈൻഡ് ഇറ്റ്. ദെൻ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ആ ജോലി നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് എങ്ങനെ പൂർത്തീകരിക്കും. സോ പ്രിപ്പയർ എ പാരഗ്രാഫ് ഓൺ ദാറ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ആക്ടിവിറ്റി 3, നോട്ട് ടേക്കിംഗ്. നോട്ട് ടേക്കിംഗ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോസസ് വൈൽ ലിസണിങ് ഓർ വൈൽ അറ്റൻഡിങ് എ ക്ലാസ്. ഒരു ക്ലാസ് കേൾക്കുകയോ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദെൻ ഇവിടെ ദർ ആർ സെവറൽ മെത്തേഡ്സ് ടു ടേക്ക് നോട്ട്സ്. ധാരാളം മെത്തേഡ്സ് ഉണ്ട് നോട്ട് ടേക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട്. ഇവിടെ പരാമർശിക്കുന്നത് കോർണൽ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഇത് 1940 this Cornell method was devised by Walter Pauk, W-A-L-T-E-R, Walter Pauk, P-A-U-K, Walter Pauk, in 1940. 1940 വാൾട്ടർ പോക്ക് ആണ് ഈ കോർണൽ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഹി വാസ് ആൻ എഡ്യൂക്കേഷൻ പ്രൊഫസർ അറ്റ് കോർണൽ യൂണിവേഴ്സിറ്റി. കോർണൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു എഡ്യൂക്കേഷൻ പ്രൊഫസറായിരുന്നു അദ്ദേഹം. ഹൗ ടു സ്റ്റഡി ഇൻ എ കോളേജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിലാണ് അദ്ദേഹം ഈ കോർണൽ മെത്തേഡ് ഓഫ് നോട്ട് ടേക്കിംഗ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ഈ മെത്തേഡിനെ കുറിച്ച് ഞാൻ പറയാം. ദിസ് ഈസ് എ 2 കോളം മെത്തേഡ്. ഇതൊരു 2 കോളം മെത്തേഡാണ്. എ കോളം ഓൺ ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് എ കോളം ഓൺ ദ റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിലും ഒരു കോളം ഉണ്ടാവും, റൈറ്റ് സൈഡിലും ഒരു കോളം ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിലെ കോളത്തിൽ യു ഹാവ് ടു റൈറ്റ് ദ കീവേഡ്സ് ഇൻ ദ കോളം ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിലെ കോളത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? യു ഹാവ് ടു റൈറ്റ് ഡൗൺ ദ കീവേഡ്സ്. ആൻഡ് ഓൺ ദ അതർ സൈഡ്, റൈറ്റ് സൈഡിലുള്ള കോളത്തിൽ യു ക്യാൻ ടേക്ക് നോട്ട്സ്. ഞാനത് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ രീതിയിലാണ് ഞാൻ പറഞ്ഞല്ലോ. പേജിന് നമ്മൾ ഈ ഭാഗം മാറ്റിക്കോളൂ കേട്ടോ. ഈ രീതിയിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു കോളമുണ്ട്, റൈറ്റ് സൈഡിലൊരു കോളമുണ്ട്. ഇവിടെ നെയിം ഓഫ് യുവർ ടീച്ചർ, അല്ലെങ്കിൽ ആരാണ് സ്പീച്ച് ഡെലിവറി ചെയ്യുന്നത് അയാളുടെ പേര് എഴുതുക. അതിനുശേഷം സബ്ജക്റ്റ്. ഇവിടെ പേജ് നമ്പറും ഡേറ്റും ഓൾറെഡി ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് എഴുതാത്തത്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക ലെഫ്റ്റ് സൈഡിൽ. അതൊരു 1 ഇഞ്ച് വീതി മതിയാവും. അവിടെ കീവേഡ്സ് എഴുതുക, പ്രധാനപ്പെട്ട വാക്കുകൾ എഴുതുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ ഈ വലിയ കോളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട്സ്, ഈ കീവേഡ്സുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സ് കൃത്യമായിട്ട് എഴുതുക. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ സമ്മറി നിങ്ങൾക്ക് കാണാമല്ലോ. ഓക്കെ,
ഇതിനെയാണ് കോണൽ മെത്തേഡ് ഓഫ് നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് കോണൽ മെത്തേഡ് ഓഫ് നോട്ട് ടേക്കിംഗ്. Okay, so this is introduced by Walter Pock. He was a professor, education professor at the University of Cornell, and he introduced this method in 1940 in his book How to Study in a College. Okay, അപ്പോൾ ആ കോണൽ മെത്തേഡ് ഓഫ് നോട്ട് ടേക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് സമയം പോലെ വായിച്ചു നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ആക്ടിവിറ്റി 4, ഐഡൻറ്റിഫൈങ് ഫാക്ട്സ് ആൻഡ് ഒപ്പീനിയൻ. While listening to a lecture, you might have noticed that some of the statements made by the lecturer are facts, then some of the statements made by the lecturer are opinions. നിങ്ങളൊരു ലെക്ചർ കേട്ട് കഴിയുമ്പോൾ ചിലത് ഫാക്ട്സും ചിലത് ഒപ്പീനിയൻസുമായിട്ട് നമുക്ക് തോന്നും. ദെൻ വാട്ട് ആർ ഫാക്ട്സ് ആൻഡ് വാട്ട് ആർ ഒപ്പീനിയൻസ്? എന്താണ് ഫാക്റ്റ്, എന്താണ് ഒപ്പീനിയൻ? ഫാക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദേ ആർ അക്യുറേറ്റ് ആൻഡ് പ്രൂഫൻ. അതായത് അത് വളരെ അക്യുറേറ്റ് ആണ്, അതുപോലെ തന്നെ പ്രൂവൻ ആണ്. അതായത് നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒന്നാണ് ഫാക്റ്റ്. അതായത് ഒരു കാര്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് എന്ന് നമുക്ക് പറയാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം എവിഡൻസ്. സോ ഫാക്ട്സ് ആർ ഡോക്യുമെൻറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എവിഡൻസ്. എവിഡൻസിൻ്റെ സഹായത്തോടെ നമുക്ക് ഡോക്യുമെൻറ്റ് ചെയ്യാൻ പറ്റും, അത് ശരിയാണ്. ദെൻ അതുപോലെ തന്നെ ഒപ്പീനിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മിയർ ആൻ ഒപ്പീനിയൻ ഓഫ് ദ ലെക്ചർ. ഇറ്റ് കനോട്ട് ബി പ്രൂവൻ. അത് നമുക്ക് പ്രൂവൻ ചെയ്യാനായിട്ട് പറ്റിയല്ല, തെളിയിക്കാനായിട്ട് പറ്റിയല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ദ വ്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ദ സ്പീക്കർ. സ്പീക്കറിൻ്റെ വ്യൂസും ആറ്റിറ്റ്യൂഡുമായിരിക്കും എന്ത് ഒപ്പീനിയൻസ് എന്ന് പറയുന്നത്. ഫാക്ട്സ് ആൻഡ് ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സോളിഡ്, റിജിഡ്, ലോജിക് ആൻഡ് പ്രൂവൻ. ദെൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മിയർ ദ വ്യൂ പോയിന്റ് ഓർ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദി സ്പീക്കർ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് ഒരു 8-10 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വായിച്ചതിന് ശേഷം അതിൽ ഏതാണ് ഫാക്റ്റ് ഏതാണ് ഒപ്പീനിയൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ, ദ ഫാസ്റ്റസ്റ്റ് ലാൻഡ് ഡ്വെല്ലിംഗ് ക്രീച്ചർ ഈസ് ദ ചീത്ത. അത് ഈസ് ഇറ്റ് എ ഫാക്ട് ഓർ ഒപ്പീനിയൻ? ദ ഫാസ്റ്റസ്റ്റ് ലാൻഡ് ഡ്വെല്ലിംഗ് ക്രീച്ചർ ഈസ് ദ ചീത്ത. ഇറ്റ് ഈസ് എ ഫാക്ട്, അത് ശരിയായ കാര്യമാണ്. ഫേസ്ബുക്ക് വാസ് ലോഞ്ച്ഡ് ഇൻ 2004. അതും ഫാക്റ്റാണ്, കാരണം 2004 അത് തുടങ്ങിയത്, തെളിയിക്കാൻ പറ്റും. സ്വിറ്റ്സർലൻഡ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൺട്രി ഇൻ ദ വേൾഡ്. സ്വിറ്റ്സർലൻഡ് ആണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യം. ഇറ്റ് ഈസ് എ മിയർ ആൻ ഒപ്പീനിയൻ. നമുക്ക് തെളിയിക്കാൻ അതിലും മനോഹരമായ, അത് സൗന്ദര്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിലാണ്. സോ ദിസ് ഈസ് ആൻ ഒപ്പീനിയൻ. Then Harry Potter and the Half-Blood Prince sold 9 million copies in the first 24 hours in its release. It is a fact. കാരണം ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഫാക്റ്റ് ആണ്, സംഭവിച്ച കാര്യമാണ്. Oranges contain both calcium and vitamin C. It is a fact. The more money someone has, the more successful they are. It is an opinion. കൂടുതൽ പണമുള്ളവൻ കൂടുതൽ സക്സസ്ഫുൾ ആവുന്ന വ്യക്തിയായിരിക്കും എന്ന് ചില ആളുകളുടെ വിശ്വാസമാണ്, അതുകൊണ്ട് അതൊരു ഒപ്പീനിയൻ ആണ്. It is cheaper to buy mobile phones online. It is an opinion. മൊബൈൽ ഫോൺസ് ചീപ്പറായിട്ട് ഓൺലൈനിൽ ലഭിക്കും എന്ന് പറയുന്നത് ഒരു ഒപ്പീനിയൻ മാത്രമാണ്. കാരണം ഒരുപക്ഷെ ഡിസ്കൗണ്ട് സെയിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കടക്കാർ അതിലും വില കുറച്ച് മൊബൈൽ ഫോൺസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. ദെൻ പീപ്പിൾ ഷുഡ് ബി എൻകറേജ് ടു ഈറ്റ് വെജിറ്റേറിയൻ ഫുഡ്. അതും ഒരു ഒപ്പീനിയനാണ്, നമ്മൾ എൻകറേജ് ചെയ്യുകയാണ് ആളുകൾ. ഓക്കെ, then read the following paragraph and identify the facts and opinion. List them in the activity log. So ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അതിനകത്ത് ഏതൊക്കെയാണ് ഫാക്റ്റ് ഏതൊക്കെയാണ് ഒപ്പീനിയൻ എന്ന് പറയുക. ഓക്കെ, if you visit Japan, you might choose to travel around the country by Shinkansen train. These high-speed trains connect the major cities of Japan. It is a fact. They are nicknamed bullet trains. It is a fact, because they go very fast and have pointed noses like a bullet. It is a fact. Bullet trains are a good way to travel for several reasons other than their speed. അതൊരു ഒപ്പീനിയൻ ആണ്. They are very punctual, often leaving on time to the second. It is an opinion. They are also comfortable. It is an opinion. All the seats face forward. It is a fact. And there is plenty of leg room. It is also a fact. Most importantly, bullet trains are very safe. It is an opinion. An opinion മാത്രമല്ല, ഫാക്റ്റ് അല്ല, കാരണം അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
In the 35-year history, there have been only a few accidents and no deaths. It is a fact. കാരണം അത് ഇതുവരെ ആക്സിഡൻറ്റുകളോ ഡെത്തോ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് അതൊരു ഫാക്റ്റാണ്. The only downside to bullet train is that they are expensive. അതൊരു ഫാക്റ്റാണ്. A ticket to travel to another city can cost almost as much as an airline ticket would. It is a fact. However, if you fly, you will land at an airport at the edge of a city. The stations are usually right in the middle of a city. It is a fact. This means that it is often more convenient to take a bullet train instead of flying. It is an opinion because you will arrive fast. You will arrive exactly where you want to be. It is a fact. Okay. അപ്പോൾ ഇതിനകത്ത് ഒപ്പീനിയനും ഫാക്റ്റ് നമുക്ക് വേർതിരിച്ചെടുക്കാം. ഓക്കെ. Now, ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. Now find out 3 facts and 3 opinions from the interview with Irfan Alam. ഇർഫാൻ അലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്റർവ്യൂവിൽ നിന്ന് 3 ഫാക്റ്റുകളും 3 ഒപ്പീനിയൻസും നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ. It is an activity for you. Then next one is understanding. Activity 5, understanding an idiom. എന്താണ് an idiom എന്ന് പറയുന്നത്? An idiom is a group of words whose meaning is different from the meanings of the individual words. An idiom is a group of words. ഒരു വാക്കുകളുടെ ഗ്രൂപ്പ് ഓഫ് വാക്കുകളുടെ കൂട്ടത്തെയാണ് ഒരു ഇഡിയം എന്ന് പറയുന്നത്. An idiom is a group of words and its meaning, the meaning of this group of words is entirely different from the meaning of the individual words that are included in that group. ആ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള വാക്കുകളുടെ ഇൻഡിവിജ്വൽ മീനിങ് അല്ല ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൻ്റെ മൊത്തം മീനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനൊരു ഇഡിയം എന്ന് പറയുന്നത്. An idiom is a group of words and its meaning is entirely different from the meaning of the individual words that are included in that idiom. The figurative meaning of an idiom is usually more significant than its literal meaning. So, എപ്പോഴും idioms ഒരു figurative meaning ആണ്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ a meaning that is entirely different from the meaning of the individual words ആണ് എപ്പോഴും ഒരു idiom നമ്മളോട് മുന്നോട്ട് വെക്കുന്നത്. That figurative meaning is more important than the literal meaning. Okay. Look at the following statement from the interview. I thought if I could create an organization that could empower the richer pullers and find a way to increase the overall revenue, it would be a win-win situation for both. ഇവിടെ കുറച്ച് ഇഡിയംസ് കൊടുത്തിട്ടുണ്ട്. The first one is win-win situation. എന്താണ് win-win situation എന്ന് പറയുന്നത്? A situation where both the parties can win. അതായത് രണ്ടുപേർക്കും ഒരുപോലെ വിജയിക്കാൻ പറ്റുന്ന അവസ്ഥ. Such expressions are called idioms. Here are some more idioms. Have you heard of the pros and cons? Pros and cons is another idiom. Favorable and unfavorable factors. Then to be old-fashioned. To wear clothes or do something that is no longer instant. അതായത് ഇപ്പോൾ ഉപയോഗിക്കാത്ത ഡ്രസ്സ്, അതിനാണ് to be old-fashioned എന്ന് പറയുന്നത്. Ahead of the curve. To be more advanced than the competition. അതായത് നിങ്ങൾ ഏറ്റവും മുന്നിൽ പോകുന്നതിനെയാണ്, അതായത് കോമ്പറ്റീഷനിൽ ഏറ്റവും മുന്നിൽ പോകുന്നതിനെയാണ് ahead of the curve എന്ന് പറയുന്നത്. Cut corners. To take shortcuts and find an easier or cheaper way to do something. അതായത് ഒരു ഷോർട്ട് കട്ട് എടുക്കുകയോ അല്ലെങ്കിൽ കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു മാർഗം തിരഞ്ഞെടുക്കുകയോ ചെയ്യുന്നതിനെയാണ് കട്ട് കോർണേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ആക്ടിവിറ്റി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. Look at the following sentence. The words, phrases underlined are idioms. Rewrite the sentence in plain English or you may use your dictionary for the purpose. Then example, the supermarket in the town is 24/7. The supermarket in the town is open for 24 hours a day, 7 days a week. 24/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hours a day and 7 days in a week. ഇനി our plan did not work out well, so we have to go back to square one. That means go back to square one means find a better one. നമ്മുടെ ആദ്യത്തെ പ്ലാൻ വർക്ക് ചെയ്തില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സോ we have to go back to square one. That means find a better one. Then I don't know how much we will have to invest, but to give you a ballpark number, it should be 50 lakhs. That means to give you a ballpark number എന്ന് വെച്ച് കഴിഞ്ഞാൽ tell something an approximate ആയിട്ടുള്ള ഒരു
ഇതിനെയാണ് നമ്മൾ ബോൾ പാർക്ക് നമ്പർ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി, അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരാം. എവറി മെമ്പർ ഓഫ് ദ ടീം ഷുഡ് ഹാവ് എ ബിഗ് പിക്ചർ ഓഫ് ദ പ്രൊജക്റ്റ് ഇൻ മൈൻഡ്. ഇവിടെ ഹാവ് എ ബിഗ് പിക്ചർ ഓഫ്, അതിൻ്റെ അർത്ഥം പറയുന്നത് കൺസിഡർ ദ ഐഡിയ ക്ലിയർലി ആൻഡ് സീരിയസ്ലി. ഐഡിയ വളരെ ക്ലിയർ ആയിട്ടും സീരിയസ് ആയിട്ടും എടുക്കുക. കൺസിഡർ ദ ഐഡിയ ക്ലിയർലി ആൻഡ് സീരിയസ്ലി. ഇറ്റ്സ് നൈസ് ടു ഗോ ഓൺ എ ട്രിപ്പ്. It will be a change of place for all of us. Change of place means a different and novel experience. Let's get down to business and talk about the deal. Get down to business. Come to the matter. Get down to business എന്ന് പറയുന്നത് come to the matter. The iPhone was a groundbreaking piece of technology when it was released in 2008. Groundbreaking piece of technology. ഇവിടെ groundbreaking എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Groundbreaking എന്ന് പറയുന്നത് a wonderful piece of invention or discovery. Wonderful piece of invention or discovery. In a nutshell, this book is about how to motivate teenagers. Nutshell means after all. To avoid paying taxes, they paid some of their employees under the table. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അണ്ടർ ദ ടേബിൾ? അൺഅപ്രീഷ്യബിൾ വേ, അതായത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു രീതി, അല്ലെങ്കിൽ നമ്മൾ പറയും കള്ളപ്പണമായിട്ടോ ബ്ലാക്ക് മണി ആയിട്ടോ ഒക്കെ കൊടുക്കുന്നതിനാണ് നമ്മൾ അണ്ടർ ദ ടേബിൾ എന്ന് പറഞ്ഞത്. അതായത് നിയമപരമായി അല്ലാതെ ചെയ്യുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അണ്ടർ ദ ടേബിൾ എന്ന് പറയുന്നത്. അവർ ന്യൂ എംപ്ലോയി ഈസ് ഗുഡ് അറ്റ് തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. എന്താണ് ഗുഡ്? തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് ഇൻ എ ഡിഫറെൻറ്റ് ഓർ എ നോവൽ വേ. ടു തിങ്ക് ഇൻ എ ഡിഫറെൻറ്റ് ഓർ നോവൽ വേ, അതായത് ടു തിങ്ക് ഇൻ എ യുണീക്ക് വേ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി ട്രഡീഷണൽ വേ ഓഫ് തിങ്കിങ്. സ്റ്റേ ഓൺ യുവർ ടോസ്. ബി ഫേം ഓൺ യുവർ ഡിസിഷൻ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ബി ഫേം ഓൺ യുവർ ഡിസിഷൻ. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ഇനി റീഡ് ദ ഫോളോവിങ് സെൻറ്റൻസ്. ദ അണ്ടർലൈങ് വേർഡ്സ് ഫ്രേസസ് ക്യാൻ ബി റീറിട്ടൺ വിത്ത് സം കോമൺ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ഇൻ ഇംഗ്ലീഷ്. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഇഡിയംസ് ഫ്രം ദ ബോക്സ് below to replace them and rewrite the sentence. You may change forms if necessary. Okay. ഇവിടെ എന്തെല്ലാമാണ്? I am not very fond of movies. I go to theaters very rarely, only when there is a movie which I really want to see. ഇവിടെ വരുന്ന ഇവിടെ ആദ്യത്തേൽ വരുന്ന once in a blue moon. ഇവിടെ വരുന്നത് എന്താണ്? only when there is a movie which I really I am not very fond of movies. I go to theaters very rarely എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് വളരെ റെയർലി, വളരെ റെയറായിട്ട് ഞാൻ മൂവീസിന് പോകണം. അതായത് നമുക്കിവിടെ ഒരു ഇഡിയം ചേർക്കാവുന്ന വൺസ് ഇൻ എ ബ്ലൂ മൂൺ, അതാണ് നമുക്കിവിടെ ചേർക്കാവുന്ന ഒരു ഇഡിയം. ഷീ ക്രിട്ടിസൈസ് ദ കമ്മിറ്റി ഫോർ നോട്ട് ബീങ് ഏബിൾ ടു മേക്ക് ഡിസിഷൻസ്. ഇറ്റ് ഡിലേഡ് ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ദ ഡിബേറ്റ് കോമ്പറ്റീഷൻ. ഇവിടെ സിറ്റിംഗ് ഓൺ ദ ഫെൻസ്, ഇവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന വാക്ക് സിറ്റിംഗ് ഓൺ ദ ഫെൻസ് ആണ്. Then she has always been rude to me, but when she insulted my mother, that was something I could not accept anymore. Added salt to injury. അതാണ് നമുക്ക് ഇവിടെ മൂന്നാമത്തെ സെൻറ്റൻസിൽ ഉപയോഗിക്കാവുന്ന ഇഡിയം. He was already upset that his name was not in the list of the finalist, and to make his feelings even worse, the finalist had a party near his house. What was the last straw? അതാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്ന ഒരു ഇഡിയം എന്ന് പറയുന്നത്. My friend said I should invest in that stock, but I didn't. Then it went up to 10 times its original value. I really lost the opportunity on that one just because I didn't listen to his advice. I missed the boat. ആ ഒരു ഇഡിയം നമുക്കിവിടെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അത് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ടാവും. ഇനി ആക്ടിവിറ്റി 6 ഫ്രേസൽ വെർബ്സ് ആണ്. ആക്ടിവിറ്റി 6 ഫ്രേസൽ വെർബ്സ്. സോ വാട്ട് ആർ ഫ്രേസൽ വെർബ്സ്? എന്താണ് ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത്? Phrasal verb is a verb followed by a preposition or an adverb. ഒരു പ്രപ്പോസിഷനോ ഒരു അഡ്വേർബിനോ ശേഷം ഒരു വെർബ് വരുന്നതിനെയാണ് ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. The meaning of the phrasal verb is entirely different from the meaning of the original verbs used to create a phrasal verb. ഒരു ഫ്രേസൽ വെർബിൻ്റെ മീനിങ്, അർത്ഥം എന്ന് പറയുന്നത് അത് ഒരു ഫ്രേസൽ വെർബ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ അർത്ഥത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ടു ഗെറ്റ്, ടു ഒബ്റ്റെയിൻ, ടു ഗെറ്റ് ടുഗദർ, ടു മീറ്റ്. ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് some phrasal verbs. Then read the following passage
It tells about some important events in the life of Irfan Alam. Fill in the blanks, choosing the appropriate phrasal verb from the brackets and complete the passage. You may need a dictionary to complete this. Irfan was dash brought in or brought up or brought out. So which is the right phrasal verb we can choose here? It is brought up in a village in Bihar. At a very small age, he dash entered into stock trading business. So here we can use entered into stock trading business and dash made out or made up for his father's losses in the stock market. Later, Irfan dash set up his own portfolio management firm. He set up his own portfolio management firm. Okay. Then here are some more phrasal verbs which are used frequently. Use the phrasal verbs to fill in the blanks of the given sentences appropriately. You may change forms if necessary. Pass away, do without, look forward to, call off, make up, carry away, break out, run out, put up with, keep up. So ഇതിൽ നിന്ന് റൈറ്റ് ആയിട്ടുള്ള എടുത്തിടണം. ഓക്കെ, ഞാൻ ഓരോന്ന് വായിച്ചിട്ട് എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറയാം. ഓക്കെ, ആദ്യത്തെ ഡോണ്ട് സ്മോക്ക് ഇൻ ദ ഫോറസ്റ്റ്. ഫയേഴ്സ് dash easily at this time of the year. Fires break out. Okay, I dance seeing my friends again. Look forward to. I am afraid we have dash of apple juice. Will an orange juice do? Run out. I am afraid we have run out of apple juice. Your website has helped me a lot to dash the good work. Keep up. A friend of mine has dash her wedding. Called off. His mother can't dash his terrible behavior anymore. Right answer, put up with. As an excuse for being late, she dashed a whole story. Made up. I got dashed by his enthusiasm. I got carried away by his enthusiasm. 9. I just cannot dash my mobile. I always keep it with me. Do without. She was very sad because her father dashed last week. Passed away. ഓക്കെ, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്തതായിട്ട് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ടിവിറ്റി 7, ലോൺ വേർഡ്സ്. വാട്ട് ആർ ലോൺ വേർഡ്സ്? എന്താണ് ലോൺ വേർഡ്സ് എന്ന് പറയുന്നത്? ഇവിടെ ഒരു എക്സാമ്പിൾ പറയാം. യു ഹാവ് കം അക്രോസ് ദ വേർഡ് ഓൺട്രപ്രണർ. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ കേട്ടു. ദിസ് വേർഡ് ഈസ് ഫോംഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് entrepreneur എന്ന് പറയുന്ന ഫ്രഞ്ച്, അത് ശരിക്കും അതിൻ്റെ ഐ ഡോണ്ട് നോ what is the actual pronunciation of this French word because I don't know the language French. എന്തായാലും ഓൺട്രപ്രനറി അങ്ങനെയല്ല അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. പക്ഷേ ആ ഒരു വാക്കിൽ നിന്നാണ് ഓൺട്രപ്രണർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് ഉണ്ടായത്. വിച്ച് മീൻസ് ടു അണ്ടർടേക്ക്, അതായത് ഒരു കാര്യം ഏറ്റെടുക്കുന്നതിനെയാണ് നമ്മൾ ഈ എൻട്രപ്രനറി എന്ന് പറയുന്ന ഫ്രഞ്ച് വേർഡ് ഉപയോഗിക്കുന്നത്. Such words are called loan words as they are borrowed from other languages. So the words that we are borrowed from other languages and added it into our language, such words are called loan words. അതായത് മറ്റ് ലാംഗ്വേജിൽ നിന്ന് കടമെടുത്ത് നമ്മുടെ ലാംഗ്വേജിൽ ആഡ് ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ ലോൺ വേർഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ലാംഗ്വേജിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ചെറിയ മാറ്റങ്ങളെല്ലാം നമ്മൾ അത്തരം വാക്കുകൾക്ക് വരുത്തും. സോ സച്ച് വേർഡ്സ് ആർ കോൾഡ് ലോൺ വേർഡ്സ്. ഇനി അത്തരം വാക്കുകൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ഫോളം കൊടുത്തു. ലോൺ വേർഡ്, പ്രൊനൗൺസിയേഷൻ, വേർഡ് ഓഫ് ഒറിജിൻ, മീനിങ് ഓഫ് ഒറിജിനൽ വേർഡ്, ലാംഗ്വേജ് ഓഫ് ഒറിജിൻ. ഓക്കെ, നമുക്ക് നോക്കാം. ലോൺ വേർഡ്, ഫസ്റ്റ് വൺ ബിസ്ക്കറ്റ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞ സാധനം. ഇറ്റ്സ് പ്രൊനൗൺസിയേഷൻ ഈസ് ബിസ്ക്കറ്റ്. ദ വേർഡ് ഓഫ് ഒറിജിൻ ബെസ്ക്യൂട്ട് എന്ന് പറയുന്ന ഒരു വാക്കാണ്. ഇറ്റ് ഈസ് ട്വൈസ് കുക്ക്ഡ്, 2 തവണ കുക്ക് ചെയ്തത്. ദ ഒറിജിനൽ വേർഡ് ഫ്രം ഫ്രഞ്ച്. ഇത്രയും വേർഡ് ഓഫ് ഒറിജിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. സോ ഐ ഡോണ്ട് നോ ദാറ്റ് ലാംഗ്വേജ്. ദെൻ നെക്സ്റ്റ് ലോൺ വേർഡ് ഈസ് എറ്റിക്കറ്റ്.
ദെൻ എറ്റിക്കറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക്. അതിൻ്റെ ഒറിജിനൽ മീനിങ് ഓഫ് ദ ഒറിജിനൽ വേർഡ് ടിക്കറ്റ്. അതിൻ്റെ ലാംഗ്വേജ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ഫ്രഞ്ച് ആണ്. ടിക്കറ്റ് എന്നാണ് അതിൻ്റെ ഒറിജിനൽ അർത്ഥം. പക്ഷേ നമ്മൾ എറ്റിക്കറ്റ് എന്ന് പറയുന്നത് പെരുമാറ്റ രീതിക്കാണ്, നല്ലൊരു പെരുമാറ്റ രീതിക്കാണ് നമ്മൾ എറ്റിക്കറ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ദെൻ റിക്ഷ, വേർഡ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ജിൻറിഗിഷ. മാൻ പവേർഡ് ക്യാരിയേജ്, ജപ്പാനിൽ നിന്നുള്ള മാൻ പവർ, അതായത് മനുഷ്യർ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഇത് നമ്മൾ പറയുന്ന വലിവണ്ടി, അതാണ് അതിൻ്റെ അർത്ഥം. ജപ്പാൻ ഒറിജിനൽ വേർഡ് ജാപ്പനീസ് ആണ്. ഇനി മെൻറ്റർ, അതിൻ്റെ വേർഡ് ഓഫ് ഒറിജിൻ മെൻറ്റർ തന്നെ. ട്യൂട്ടർ ഓഫ് ഒഡീസിയസ് ഓൺ ഓഫ് ടെലമാക്കസ് ഇൻ ഹോമേഴ്സ് ഒഡീസി. ഹോമേഴ്സിൻ്റെ ഒഡീസി എന്ന് പറയുന്ന പ്ലേയിൽ ഒഡീസിയസിൻ്റെ ട്യൂട്ടറായ ടെലമാക്കസിന് പറയുന്ന പേരായിരുന്നു മെൻറ്റർ എന്ന് പറയുന്നത്. ദ വേർഡ് ഈസ് ഒറിജിനലി ക്രിയേറ്റഡ് ഫ്രം ഗ്രീക്ക്. ദെൻ പോർട്ട്ഫോളിയോ, പൊട്ടാഫോഗിലോ എന്നാണ് ഒറിജിനൽ വാക്ക്. ടു ക്യാരി, ഫൊഗിലോ മീൻസ് ലീഫ്, ടു ക്യാരി ദ വേർഡ് ഒറിജിനലി ഫ്രം ഫ്രഞ്ച്. അതിൻ്റെ മെയിൻ അത് രണ്ട് വാക്കാണ്. പോർട്ടാറെ ടു ക്യാരി, ദെൻ ഫൊഗിലോ ലീഫ്, ടു ക്യാരി ലീഫ് ഫ്രഞ്ച്. ദെൻ ട്രാഫിക്കോ ടു ട്രേഡ്. അതിൻ്റെ വ്യത്യാസം കണ്ടോ, ടു ട്രേഡ് ആണ് അതിൻ്റെ ഒറിജിനൽ വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ ട്രാഫിക് എന്ന് പറഞ്ഞത് ഗതാഗതത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രഞ്ചിൽ നിന്നാണ് ആ വാക്ക് ക്രിയേറ്റ് ചെയ്തത്. Then can you think a few more loan words in English? Make a list and share with your partners. കുറച്ച് വാക്കുകൾ കൂടി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഫാദർ, പാറ്റർ ഫ്രം ഗ്രീക്ക്, മദർ, മാറ്റർ ലാറ്റിൻ, പിന്നെ മാറ്റർ സാൻസ്ക്രിറ്റ്, ബ്രദർ, ഫ്രേറ്റർ ലാറ്റിൻ, ഫ്രേറ്റർ ഗ്രീക്ക്, സിസ്റ്റർ, സൊറർ ലാറ്റിൻ, ചർച്ച്, ക്രിയോസ് ഫ്രം ഫ്രഞ്ച്, ഹസ്ബൻഡ്, എഡ്ബോണ്ടി ഫ്രം ഫ്രഞ്ച്, ഡോട്ടർ, തെഗേറ്റർ ഫ്രം ഗ്രീക്ക്. Then ഇനി അടുത്തതായിട്ട് ആക്ടിവിറ്റി 8, ലെറ്റ്സ് എഡിറ്റ്. അർജുൻ ഈസ് എ +2 സ്റ്റുഡൻറ്റ്. He is confused about making decisions regarding his higher studies and career. So he writes an email to a career counselor. Given below is the first draft of his email, but there are a few errors in it. Read it carefully and rewrite the email with necessary corrections. Tense, prepositions, article. So ഇവിടെ ഒരു ഒറിജിനൽ ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വായിച്ചതിന് ശേഷം അതിനകത്തെ കറക്ഷൻസ് കൊടുക്കുക. ഇവിടെ കറക്ഷൻസ് എവിടേക്കാണ് ഞാൻ വരുന്നതെന്ന് പറയും. സെക്കൻഡ് സെൻറ്റൻസിൽ കറക്ഷൻ, ഐ ആം +2 സ്റ്റുഡൻറ്റ്, അത് തെറ്റാണ്. ഐ ആം എ +2 സ്റ്റുഡൻറ്റ് എന്ന് പറയണം. ദെൻ അതിനുശേഷം വീണ്ടും ഐ ആം ഇൻ കൊമേഴ്സ് സ്ട്രീം വിത്ത് മാത്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് മൈ ഓപ്ഷൻ സബ്ജക്ട്. ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐ ഹാഡ് സെക്യൂർഡ് എന്നാണ്. ഇവിടെ ഐ ഹാഡ് സെക്യൂർഡ് അല്ല, ഐ ഹാവ് സെക്യൂർഡ് ആണ് വരേണ്ടത്. അതിനുശേഷം ഇങ്ങ് പോകുന്നതിന് ശേഷം ഐ ആം എക്സ്പെക്റ്റിംഗ് ടു സ്കോർ എന്നാണ് പറയുന്നത്. അതല്ല, ഇവിടെ ഐ ആം എക്സ്പെക്റ്റിംഗ് ടു സ്കോർ അല്ല, ഐ എക്സ്പെക്ട് ടു സ്കോർ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ദെൻ പിന്നെ വീണ്ടും താഴേക്ക് ഐ ആം റൈറ്റിംഗ് ദിസ് മെയിൽ, ഐ ആം റൈറ്റിംഗ് ദിസ് മെയിൽ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഐ ആം സെൻഡിങ് ദിസ് മെയിൽ ബിക്കോസ് എന്നാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ദെൻ ഐ കാൺ ഡിസൈഡ് ഫോർ വാട്ട് കോഴ്സ്, ഇവിടെ ഐ കാൺ ഡിസൈഡ് ഫോർ വാട്ട് കോഴ്സ്, ഇവിടെ ഡിസൈഡിൻ്റെ ഐ കാൺ ഡിസൈഡ് ഫോർ വാട്ട് കോഴ്സ് ടു ചൂസ് ഫോർ മൈ ഹയർ എഡ്യൂക്കേഷൻ. ദെൻ പിന്നെ വന്നു കഴിഞ്ഞാൽ ഐ ഓൾസോ ലൈക്ക് ഇംഗ്ലീഷ് ആൻഡ് ഐ കാൺ ഡിസൈഡ് ഫോർ വാട്ട് കോഴ്സ് ടു ചൂസ് ഫോർ മൈ ഹയർ എഡ്യൂക്കേഷൻ. ഐ ആം ഗുഡ് ഓൺ കമ്പ്യൂട്ടേഴ്സ്, ഐ ആം ഗുഡ് അറ്റ് കമ്പ്യൂട്ടേഴ്സ് ആണ്, ഐ ആം ഗുഡ് ഓൺ അല്ല, ഐ ആം ഗുഡ് അറ്റ് കമ്പ്യൂട്ടേഴ്സ് and like statistics. I also like English and reads a lot. Could you tell me what kind of a career suit me? ഇവിടെ could you tell me what kind of, ഇവിടെ പറഞ്ഞിരിക്കുന്നത് what kind of career suit me എന്നാണ്. what kind of a career suit me എന്നാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. സോ അത്രയും മിസ്റ്റേക്സ് ഇവിടെയുള്ളൂ. After sending the mail, Arjun discusses with confusions with his friend Robin, who is a college student. Here is the conversation between the two. However, the punctuation marks and capital letters in the following conversation are missing. Punctuate it appropriately and rewrite the conversation. So ഇവിടെ എന്തൊക്കെയാണ് പങ്ക്ച്വേഷൻസും അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സിലെല്ലാം ചില മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. അത് എവിടേക്കാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ തന്നെ അർജുൻ ഹലോ റോബിൻ, അവിടെ തന്നെ ചില മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഹലോ റോബിൻ, അത് നമ്മൾ മിസ്റ്റേക്ക് തിരുത്തണം. അവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണം, അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഡബിൾ ഇൻവേർട്ടഡ് കോമാസിലുള്ള കോട്ട് വേണം, അതുപോലെ തന്നെ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് വേണം. ഹലോ റോബിൻ.
ദെൻ അതുപോലെ തന്നെ ഹായ് അർജുൻ വാട്സപ്പ്, ഇവിടെ മുഴുവൻ സ്മോൾ ലെറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹായ് അർജുൻ, അതുപോലെ തന്നെ വാട്സപ്പ് അവിടെ ക്യാപിറ്റൽ ലെറ്റർ വേണം. അതുപോലെ തന്നെ അവിടെ അത് മുഴുവൻ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ വേണം. അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ അവസാനം എന്ത് വേണം, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വേണം. ദെൻ നത്തിങ് മച്ച് ബഡി, ഐ എം എ ബിറ്റ് കൺഫ്യൂസ്ഡ് ദീസ് ഡേയ്സ്. നത്തിങ് മച്ച് ബഡി, ഐ ആം എ ബിറ്റ് കൺഫ്യൂസ്ഡ് ദീസ് ഡേയ്സ്, അത് മൊത്തം ഡബിൾ ഇൻവേർട്ടഡ് കോമേഴ്സിൽ വേണം. നത്തിങ് മച്ച് ബഡി എന്നുള്ള കഴിഞ്ഞിട്ട് ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് വേണം. ദെൻ റോബിൻ കൺഫ്യൂസ്ഡ്, വൈ, വാട്ട്സ് ദ മാറ്റർ, അതും ഡബിൾ ഇൻവേർട്ടഡ് കോമേഴ്സിൽ വേണം. അതുപോലെ കൺഫ്യൂസ്ഡ് കഴിഞ്ഞിട്ട് ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് വേണം. വൈ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് വേണം. വാട്ട്സ് ദ മാറ്റർ അത് കഴിഞ്ഞിട്ടും ക്വസ്റ്റ്യൻ മാർക്ക് വേണം. യു നോ ദാറ്റ് ഐ ആം കംപ്ലീറ്റിംഗ് മൈ +2 ദിസ് ഇയർ, സോ ഐ ആം കൺഫ്യൂസ്ഡ് അബൌട്ട് വാട്ട് ടു ഡു നെക്സ്റ്റ്, അത് മുഴുവൻ ഒരു ഡബിൾ ഇൻവേർട്ടഡ് കോമേഴ്സിൽ വേണം. അതുപോലെ തന്നെ ഓരോ സെൻറ്റൻസ് കഴിയുമ്പോഴും നെക്സ്റ്റ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണം. ഓ ഐ അണ്ടർസ്റ്റാൻഡ്, സോ ഹാവ് യു കം ടു സം കൺക്ലൂഷൻ, അത് ആ സെൻറ്റൻസ് ഫുൾ ഡബിൾ ഇൻവേർട്ടഡ് കോമേഴ്സിൽ വേണം. അതുപോലെ തന്നെ ഓ കഴിഞ്ഞിട്ടൊരു എക്സ്ക്ലമേറ്ററി മാർക്ക് വേണം. അതിനുശേഷം ഐ ക്യാപിറ്റൽ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. സോ ഐ ഹാവ് അവിടെ ക്യാപിറ്റൽ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇനി താഴേക്കുള്ളത് നിങ്ങൾ എക്സസൈസ് ആയിട്ട് ചെയ്യുക. ഓക്കെ, സോ ഏകദേശം 3 വീൽ റെവല്യൂഷൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് എല്ലാവരും വാട്സപ്പായിട്ട് അയച്ചു തരണം. നിങ്ങൾക്ക് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഐ വിൽ മേക്ക് എ വീഡിയോ ബേസ്ഡ് ഓൺ ദാറ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, വീഡിയോസ് കൂട്ടുകാർക്കിടയിൽ ഷെയർ ചെയ്യുക, കൂടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. മാത്രമല്ല അടുത്ത ദിവസം കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.